ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിപ്പോൾ മെല്ലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതൊരു 200 ഗ്രാം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് അൺസാൾട്ട് ബട്ടർ 100 ഗ്രാം അൺസാൾട്ട് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ട് ബട്ടർ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അതിൻ്റെ മുകളിലോട്ട് ഈ ബൗള് വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ ഈ ബൗള് വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ പോവരുത്, കാരണം ബട്ടറും ചോക്ലേറ്റും കൂടി ഒരു കട്ട പോലെയാവും. അപ്പോൾ നന്നായിട്ട് ഒക്കെ മൊത്തത്തിൽ ചോക്ലേറ്റും ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നമ്മൾ മെൽറ്റായി വന്നാൽ പിന്നെ നമ്മൾ ഈ ബൗൾ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. ഇവർ നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ചൂടാറി വരുമ്പോൾ ഒരു 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് 1/4 കപ്പ് കൊക്കോ പൗഡറും ഒരു നുള്ളുപ്പും. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യണില്ല. ഈ 3 സാധനം മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കുക. ഒരു ബൗളിലോട്ട് എന്നിട്ട് 3 കോഴിമുട്ട, 1 ടീസ്പൂൺ വാനില എസൻസും, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരല്ല പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ടാണ് ബീറ്റർ കൊണ്ട് ചെയ്യണത്. അല്ലാത്തവർക്ക് ഹാൻഡ് വിസ്ക് ഉള്ളവർക്ക് അതുകൊണ്ട് ഇതാക്കിയാൽ മതി. ഇനി അത് രണ്ടും ഇല്ലാത്തവർക്ക് മിക്സിയിലും ചെയ്യാം കേട്ടോ. അതേപോലെ ചെയ്താൽ മതി. പഞ്ചസാര ജസ്റ്റ് ആ മുട്ടയിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. നമ്മൾ കൈ കൊണ്ട് തൊട്ട് വെക്കുമ്പോൾ പഞ്ചസാരയുടെ തരി കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ കേക്കിൻ്റെ പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഗണാഷില്ലേ, അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് നല്ലൊരു ബാറ്റർ കിട്ടും കേട്ടോ. ചൂട് തീരെ പാടില്ല. ചൂടുണ്ടെങ്കിൽ ഇതൊരിക്കലും ശരിയാവില്ല. ഞാൻ വീണ്ടും പറയണു, ഇനി ഇളം ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ചൂട് ഒരിക്കലും പാടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് വെച്ചിരുന്നില്ലേ, അത് കുറച്ച് പകുതി ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഒന്നായിട്ട് നമ്മൾ ദോശയൊക്കെ കലക്കുമ്പോൾ ഒന്നായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്, അപ്പോൾ ഇത് ഫ്ലോപ്പാവും. ഇതേപോലെ കട്ടൺ ഫോൾട്ടിൽ ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, അതേപോലെ ചെയ്ത് നന്നായിട്ട് ആക്കം പോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നല്ലൊരു അടിപൊളി ബാറ്റർ, നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കട്ടത്. ഇത് 2 സെക്കൻഡ് വെക്കുമ്പോൾ ഇതിലാണ് തിക്കാവും. എന്നിട്ടൊരു ഓവന് നമ്മൾ താഴത്തെ മേലത്തെയും കോയിനിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 130-140 ഡിഗ്രിയിലാട്ടോ. എന്നിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിലോട്ട് നമ്മൾ കേക്ക് ടീനിലോട്ട് നമ്മൾ ഈ ബ്രൗണി ഒരു ബട്ടർ പേപ്പർ ഒഴിച്ചിട്ട് അതിൻ്റെ ബാറ്റർ ഒഴിച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30-40 മിനിറ്റോളം എടുക്കും കേട്ടോ. ഓരോ ഓവൻ്റെ ഇതുപോലെ ഇരിക്കും. എനിക്കിപ്പോൾ 30 മിനിറ്റോളം എടുത്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടാറണം കേട്ടോ. ഓവനിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ചൂടോട് കൂടി കട്ട് ചെയ്യരുത്, പൊടിഞ്ഞു പോവും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും അടിപൊളിയാട്ടോ. നമ്മളിതൊരു കഴിച്ചാൽ പിന്നെ ബ്രൗണി നമുക്ക് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. അപ്പം അതിൻ്റെ ഉള്ളുണ്ടില്ലേ നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള, ഇതിലേറെ കുറച്ചും പാടി നിങ്ങൾക്ക് റിച്ച് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് കോമ്പൗണ്ടൊക്കെ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് മൈദയിൽ കോട്ട് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററി ഇല്ലേന്നോ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റിൻ്റെ നട്സ് വേണമെങ്കിൽ നട്സും ചേർക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അത് വീട്ടിലേക്ക് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അധികം ഡെക്കറേഷനും ചെയ്തിട്ടില്ല. ഇനി ബർത്ത്ഡേക്ക് കേക്ക് പറ്റാത്തവർക്ക് ഇതിൻ്റെ മേലെ ഒരു ടോപ്പറും കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.